ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ലേഖ രാധാകൃഷ്ണൻ. ഞാനിന്ന് ഷെയർ ചെയ്യുന്ന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാർദ്ധക്യം എങ്ങനെ സന്തോഷകരമാക്കാം എന്നുള്ളതാണ്. വാർദ്ധക്യം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇന്നത്തെ കാലത്ത് 60-ലും 70-ലും 90-കളിലും ഒക്കെ അവർ സന്തോഷമായിട്ട് ഒരുപക്ഷെ ഒത്തിരി പേര് അവരുടെ ജോലിയിൽ അവർ തുടരുന്നവരുണ്ട്, ജോലിക്ക് ശ്രമിക്കുന്നവരുണ്ട്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രായം എന്നൊരു കാര്യമേ അല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 5-ാമത്തെ ഘട്ടം 4-ാമത്തെ ഘട്ടം എന്നൊക്കെ ജനം പറയുന്നതാണ്. അതായത് ശൈശവം, കൗമാരം, യൗവനം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാർദ്ധക്യമെന്ന് പറയാൻ ആരും ഇഷ്ടപ്പെടില്ല ഇന്നത്തെ കാലത്ത്. കാരണം എല്ലാവരും നല്ല ചുറുചുറുക്കുള്ള ആളുകളായിട്ടാണ് നടക്കുന്നത്. പുരുഷനായാലും സ്ത്രീയായാലും അവരങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ വയസ്സായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് മറ്റുള്ളവർക്ക്, അതായത് നമ്മുടെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ചിലരെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ നോക്കാനേ സമയമില്ല, അവർക്ക് അവരായി അവരുടെ പാടായി, ഭർത്താവും ഭാര്യ മക്കൾ. വളരെ കുറച്ച് പേരെ അങ്ങനെ പറയാറുള്ളൂ. ഞാൻ അവരോടായി പറയുന്ന നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തിയതുപോലെ തന്നെയാണ് അവരും കഷ്ടപ്പെട്ട് അവരുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അവർക്ക് ചെയ്തു കൊടുക്കുക. അതാണ് വാസ്തവം. പക്ഷെ അവരുടെ മക്കൾ വിചാരിക്കേണ്ടത് എന്താണ്, എൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു ഇത്രയും നാൾ എന്ന്. സത്യമാണ്. പക്ഷേ ആ സമയം എന്ത് ചെയ്യണം, നമ്മുടെ മക്കളെ കുറച്ച് സമയമെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കി കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ പേരക്കുട്ടികളെ നോക്കേണ്ട കടമ നമുക്ക് തന്നെയാണ്. പക്ഷേ ആ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കുറച്ച് റെസ്റ്റ് കൊടുക്കേണ്ടത് മക്കളുടെയും കൂടെ കടമയാണ്. കാരണം അവർ പണ്ടത്തെ അത്ര ആരോഗ്യം അത്ര ഇല്ല ആയിരിക്കാം, അവരൊക്കെ കുറവായിരിക്കാം എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ ചിലർ പറയുന്നുണ്ട് 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ബോണസ് പോയിൻ്റാണ്. വെറുതെയാണ് കേട്ടോ. കാരണം ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ജനിക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ബോണസ് പോയിൻ്റോടുകൂടിയാണ് ജനിക്കുന്നത്. നമുക്കറിയില്ല എപ്പോൾ വേണോ ദൈവം നമ്മളെ തിരികെ എടുക്കാം. ജനിച്ച കുട്ടികളെ എടുക്കുന്നു, 10 വയസ്സിനകം 15 വയസ്സിനകം, ഇങ്ങനെ എല്ലാവരുടെയും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന ക്ലോക്ക് പോലെയാണ് നമ്മുടെ ജീവിതം. എപ്പോൾ അതിൻ്റെ ബാറ്ററി നിൽക്കുന്നോ ആ സൂചികൾ നിന്ന് പോകില്ലേ. അതിന് പക്ഷേ ബാറ്ററി ഇട്ടാൽ വീണ്ടും ആ ക്ലോക്ക് ക്ലോക്ക് ഓടും, അതിൻ്റെ സമയം കാണിക്കും. പക്ഷെ മനുഷ്യരങ്ങനെയല്ല, അതോടുകൂടി നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട്, അല്ലാതെ ഞാൻ വാർദ്ധക്യമായി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയാതെ, എന്താണോ നമുക്ക് ഒത്തിരി ഈ വയസ്സായവർക്ക് ഇപ്പോഴത്തെ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, അയ്യോ വീട്ടിൽ വേറെ ആരുമില്ല, എല്ലാവരും പുറത്തു പോയി, ഞങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നങ്ങ് ബോറടിക്കുന്നു. അത് വെറുതെയാണ്. അത് മാറ്റിയെടുക്കണം. കാരണം നമ്മുടെ ഹോബി പ്രായമൊന്നും നോക്കാതെ എന്താണോ നമ്മുടെ ഹോബി, ചിലർക്കത് നമ്മുടെ പുഷ്പം കൃഷിയിലായിരിക്കാം, അതല്ലെങ്കിൽ തയ്യലായിരിക്കാം. ഞാൻ പറഞ്ഞ പ്രായമാകുമ്പോൾ തയ്ക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണോ അവർക്കിഷ്ടം അവർ ചെയ്യുക. എന്നിട്ട് ചുമ്മാ അത് പേര് കേൾക്കാൻ വേണ്ടി പാവം പിടിച്ച കുട്ടികൾ എന്ത് ചെയ്യുന്നറിയാമോ, അവരായിരിക്കും നമ്മുടെ അമ്മയ്ക്ക് ഭയങ്കര ബോറടിക്കുന്നില്ല, വെറുതെ എങ്കിലും ആരെങ്കിലും ഒരാൾ തമാശയ്ക്ക് ചോദിച്ചാൽ മതി, നമ്മൾ വൃദ്ധസദനത്തിലെങ്ങാനും ആക്കണമെന്ന് ചോദിച്ചാൽ തീർന്നു. ആക്ച്വലി പറഞ്ഞാൽ വൃദ്ധസദനം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ശരിക്കും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഏജ് കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾ എല്ലാവരും ആ സ്ഥലത്ത്, അതിനെ ഞാൻ വിളിക്കുന്ന പേരെന്തെന്ന് വെച്ചാൽ അത് പാരൻസ് പാരഡൈസ് എന്ന് തന്നെ നമ്മൾ പേരിട്ടിട്ട്, നമ്മൾ ഈ ആരോഗ്യമുള്ള ഒരു പാരൻസാണ്. അവർക്ക് പകൽ വീട്ടിൽ പുറത്തിറങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, അതായത് അവർ ഒറ്റപ്പെട്ടു തോന്നലുള്ളവർക്ക് മാത്രമല്ല, ഞാൻ ഒരിക്കലും പറയുന്നില്ല നമ്മുടെ അച്ഛനമ്മയും കൊണ്ട് എവിടെ ആക്കണമെന്ന്. അങ്ങനെ താല്പര്യമുള്ളവർ അത് കണ്ടുപിടിച്ച് അത് നല്ല സ്ഥലങ്ങളിലേക്ക്, എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലുടനീളം അങ്ങനെ ഉണ്ടാവണം. നല്ല പാരൻസ് പാരഡൈസ് എന്നുള്ള പേരിൽ അസോസിയേഷനുകൾക്ക് വേണമെങ്കിലും ഓരോരുത്തരെയും കണ്ടുപിടിച്ച്, ആരെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്നോ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ അസോസിയേഷൻ തീർച്ചയായിട്ടും നേരിട്ട് ഇടപെടാനായിട്ടാണ്. നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ.